ഐറ്റലിൻ്റെ ഐറ്റൽ S23 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പല ഫീച്ചേഴ്സും അവർ ഒഫീഷ്യലായിട്ട് തന്നെ ടീസും ചെയ്തിട്ടുണ്ട്. പിന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐറ്റൽ S23 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഐറ്റൽ S23 6.6 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ വരാനാണ് സാധ്യത. ഫുൾ HD റെസൊല്യൂഷൻ വരാൻ ചാൻസ് ഇല്ല. പക്ഷേ ഈ ഫോണിൻ്റെ വില 9,000 രൂപയ്ക്ക് താഴെയായിരിക്കും വരിക. 8,800 എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ HD റെസൊല്യൂഷൻ മാത്രമേ വരുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ LCD പാനലായിരിക്കും ഇതിൽ വരിക. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് വരുന്നതായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഞ്ചോൾ ഡിസൈൻ വരാൻ സാധ്യതയില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരിക്കും. അതുപോലെ തന്നെ 180 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഫോണിൽ വന്നേക്കാം. എടുത്തു പറയേണ്ട കാര്യം 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം ഇതിൽ കളർ ചേഞ്ചിങ് ബാക്ക് പാനൽ വരുന്നതായിരിക്കും. സാധാരണ വിവോയുടെയൊക്കെ ചില ഫോണുകളിലാണ് ഈ ഒരു കളർ ചേഞ്ചിങ് ബാക്ക് പാനൽ എന്നുള്ള ഫീച്ചർ കാണാറ്. അതും 10,000 രൂപയ്ക്ക് താഴെ വരുന്ന ഫോണുകളിലൊന്നും ആ ഒരു ഫീച്ചർ കാണാറില്ല. എന്നാൽ ഈ ഒരു ഫോണിൽ അത് വന്നേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ ഫോണിൻ്റെ മിസ്റ്ററി വൈറ്റ് അതുപോലെ തന്നെ സ്റ്റാറി ബ്ലാക്ക് എന്നീ 2 കളർ വേരിയൻസ് ലോഞ്ച് ചെയ്തേക്കാം. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ unisoc T606 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. 9,000 രൂപയ്ക്ക് താഴെയാണ് വില എന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് എന്നൊക്കെ പറയാവുന്നതാണ്. ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 8,800 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ ഫോണിൽ 8 GB റാം വരുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈവൻ പല ഫോണുകളിലും 6 GB റാം പോലും കിട്ടാറില്ല. ആ ഒരു ടൈമിൽ 8 GB റാം വരികയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമായിരിക്കും. അതുമാത്രമല്ല ഇതിൽ മെമ്മറി ഫ്യൂഷൻ എന്നുള്ള ഫീച്ചറും കൂടി വരുന്നതായിരിക്കും. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ ഒരു 8 GB റാമും കൂടി എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ടോട്ടലായിട്ട് 16 GB റാം വരുമെന്നാണ് അവർ പറയുന്നത്. ഈ ഒരു കാര്യം ഇപ്പം അവർ ടീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിൽ ആദ്യത്തെ 16 GB റാം ഫോൺ എന്നുള്ള രീതിയിലാണ് അവരിപ്പോൾ ടീസ് ചെയ്യുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ ഒരു 4 GB റാം 128 GB ഇൻറ്റേർണൽ വെർഷനും വന്നേക്കാം. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യില്ല. മാക്സിമം 4G സപ്പോർട്ടായിരിക്കും വരിക. LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നതായിരിക്കും. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നതായിരിക്കും. സിംഗിൾ സ്പീക്കർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ആൻഡ്രോയിഡ് 12 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ആൻഡ്രോയിഡ് 13 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 മെഗാ പിക്സലിൻ്റെ f1.6 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. രണ്ടാമത് ഒരു സെക്കൻഡറി സെൻസറും വരുന്നതായിരിക്കും. ഇതിൻ്റെ റെസൊല്യൂഷൻ എത്രയാണെന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി ഇതിൽ വരും. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡായിരിക്കും ഇതിൽ വരിക. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊരു പ്രശ്നമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ടൈപ്പ് സി ചാർജിങ് പോർട്ട് ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ 14 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കാര്യം ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. ആമസോൺ വഴി ആയിരിക്കും ഈ ഫോണിൻ്റെ സെയിൽ നടക്കുക. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ 8 GB റാം വെർഷൻ്റെ വില 8,799 രൂപയായിരിക്കുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ ഈ ഫോണിന് 1 ടൈം സ്ക്രീൻ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8,800 രൂപ പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. 8 GB റാമും കളർ ചേഞ്ചിങ് ബാക്ക് പാനലും അതുപോലെ തന്നെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും ഒക്കെ. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫോൺ ആയിരിക്കും ഐറ്റൽ S23 എന്നുള്ള സ്മാർട്ട് ഫോൺ. എന്തായാലും ഐറ്റൽ S23 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.